വെൽക്കം ടു റേഡിയൻറ്റ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് ബർമ ഫ്രോസ്റ്റ് എന്ന ചാപ്റ്ററാണ്. നമ്മുടെ ടേം എക്സാമിന് ഈ ഒരു ചാപ്റ്റർ കാണാൻ സാധ്യതയില്ല. നമുക്ക് 4ാമത്തെ ചാപ്റ്റർ ആയിരിക്കും പകരം ഉണ്ടാവുന്നത്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഈ ചാപ്റ്റർ കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ജൂലൈ മാസമായിട്ടേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്റർ എത്തേണ്ട സമയമായിട്ടില്ലെങ്കിലും നമുക്ക് അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ തന്നെ ചാപ്റ്റർ കണ്ട് നോട്ടുമൊക്കെ പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് നല്ല സെറ്റാകാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇതുവരെ നമ്മൾ എന്താ പഠിച്ചത്, നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, ആ റീജിയൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിനോടൊക്കെ ഉള്ള ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. കുറച്ച് ദിവസമായി ഇതിൻ്റെ മുമ്പത്തെ പാർട്ട് അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്നാൽ എവിടെയാണ്, എങ്ങനെയാണ്, അവിടുത്തെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ കോണ്ടിനെൻറ്റിൽ അത് വരും, അവിടുത്തെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അവിടുത്തെ മഴ എന്തുകൊണ്ടാണ് ഇങ്ങനെ മഴ ഉണ്ടാകുന്നത്, ആ കാര്യങ്ങൾ, ഫീച്ചേഴ്സ്, അവിടുത്തെ പോപ്പുലേഷൻ, അവിടുത്തെ ഹ്യൂമൻ ലൈഫ് എന്നീ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനോടൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇത്രയും നല്ല കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഗുണങ്ങളുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ മനുഷ്യരുടെ പോപ്പുലേഷൻ്റെ അളവ് കുറച്ച് കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവിടെ അത്രയ്ക്ക് പോപ്പുലേഷൻ വരാത്തത്? അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. ആ റീസണാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു നിർത്തിയതും അത് തന്നെയാണ് അല്ലേ. ഇറ്റ് എൻകൗണ്ടേഴ്സ് മെനി ചലഞ്ചസ്, ഒരുപാട് ചലഞ്ചസ് ഉണ്ട് നമ്മുടെ മനുഷ്യർക്ക് അവിടെ ജീവിക്കുന്നതിൽ. എന്തൊക്കെയാണ് ചലഞ്ചസ് നമുക്ക് നോക്കാം. ഒന്ന്, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൂര്യപ്രകാശവും എന്നാൽ നല്ല രീതിയിൽ മഴയും കിട്ടുന്നതായതുകൊണ്ട് തന്നെ പ്ലാന്റ് ഗ്രോത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നല്ല ചൂടുമുണ്ട്, നല്ല മഴയും ഉണ്ട്, എപ്പോഴും ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരുമാതിരി നമ്മളിങ്ങനെ ഡാംപ് ആയിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയത്തില്ലേ. ഇപ്പോൾ നമ്മളൊരു കാലാവസ്ഥ, ഈ മഴ നന്നായിട്ട് പെയ്ത് കഴിയുമ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇൻസെക്റ്റുകളും പെസ്റ്റുകളും വളരാനും എന്ത് ചെയ്യും, ഹെൽപ്ഫുള്ളാവും. അതിനോടൊപ്പം തന്നെ പലതരം ജേംസും ബാക്ടീരിയാസും എന്ത് ചെയ്യും, ഈ രീതിയിൽ നല്ല രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് യെല്ലോ ഫീവർ, അതുപോലെ തന്നെ മറ്റൊരു അസുഖമാണ് എന്താ, സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്നത് ഉണ്ടോ, സിറ്റ്സി ഫ്ലൈ, TSC ഫ്ലൈ എന്ന് പറയുന്നൊരു ഈ ജന്തു അത് പരത്തുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല. ഏറ്റവും വലിയ ആരാണ്, കൊതുകാണ്, മൊസ്കിറ്റോസാണ്. മൊസ്കിറ്റോസിന് പെറ്റ് പെരുകാൻ പറ്റുന്ന നല്ലൊരു കണ്ടീഷനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ, കൊതുക് പരത്തുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആ എല്ലാ രോഗവും എന്ത് ചെയ്യും, ഇവിടെ ഉണ്ടാകും. അപ്പോൾ എന്താണ്, ഡിസീസുകളുടെ കാര്യത്തിൽ ഇവിടെ കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ ഇത് മനുഷ്യർക്കും ഹാംഫുള്ളാണ്, അതുപോലെ തന്നെ ആർക്കാണ്, ചെടികൾക്കും ഇതെന്താണ്, ഹാംഫുള്ളായിട്ട് മാറും. അപ്പോൾ ചലഞ്ചസ് ടു ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം, ഒന്ന് ക്ലൈമറ്റും അവിടുത്തെ നാച്ചുറൽ കണ്ടീഷനും കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ ഹോട്ടും വെറ്റുമായിട്ടുള്ള ക്ലൈമറ്റാണ് വർഷം മുഴുവനുള്ളത്. അത് ഡെൻസ് ആയിട്ടുള്ള വെജിറ്റേഷൻ്റെ ഗ്രോത്തിനും ബയോഡൈവേഴ്സിറ്റിയും ഒക്കെ ഉണ്ടാകാൻ നല്ലത് തന്നെയാണെങ്കിലും ഓക്കെ, മോയിസ്റ്റ് എയർ എന്തിനെ കൂടെ വളർത്തും, റാപ്പിഡ് പ്ലാന്റ് ഗ്രോത്ത് ഉണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ജേംസ്, ബാക്ടീരിയാസ്, ഇൻസെക്റ്റുകൾ, അതുപോലെ തന്നെ പെസ്റ്റുകളുടെ വളർച്ചയ്ക്കും കാരണമാകും. അത് രോഗങ്ങളുടെ സ്പ്രെഡിങ്ങിന് കാരണമാകും. അങ്ങനെ രോഗങ്ങൾ സ്പ്രെഡ് ആകുന്നത് മനുഷ്യർക്കും അതുപോലെ തന്നെ അവിടെയുള്ള ചെടികൾക്കും ഒക്കെ ഹാംഫുള്ളായിട്ട് മാറും. രണ്ടാമത് പറയുന്നത്, ഇത് വളരെയധികം നിബിഡമായ വനമാണല്ലോ അല്ലേ. പ്രശ്നം എന്താണ്, മനുഷ്യർക്ക് കയറാൻ പറ്റണ്ടേ, അപ്പോഴല്ലേ മെയിൻ പ്രശ്നം ഇരിക്കുന്നത് അല്ലേ. ഡെവലപ്മെൻറ്റ് വരണമെങ്കിൽ റോഡ് വരണം, റെയിൽവേ വരണം, മറ്റു കാര്യങ്ങൾ വരണം. വനനശീകരണം അത്രയ്ക്ക് ഒരു രാജ്യവും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല. ഓക്കെ, അൺലൈക്ക് മോഡേൺ സിറ്റീസ്, മോസ്റ്റ് ഓഫ് ദി ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ഡിവോയ്ഡ് ഓഫ് ബേസിക് ആംനിറ്റീസ് എന്ന് വെച്ചാൽ മനുഷ്യന് ബേസിക്കായിട്ട് വേണ്ട പല എന്താണ് ഫീച്ചേഴ്സും അല്ലെങ്കിൽ പല ആവശ്യങ്ങളും, നെസസിറ്റീസും ആംനിറ്റീസും ഒന്നും ഇവിടെ ഇല്ല, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റും അല്ലേ, എന്താണ്, കാട് പിടിച്ച് കിടക്കുകയല്ലേ, ഇവിടെ അനങ്ങാൻ പറ്റാത്ത വനമെന്ന് വെച്ചാൽ ഭയങ്കര വനമല്ലേന്ന്. ഈ വനത്തിനകത്ത് കയറാൻ പറ്റുമോ, പറ്റിയാലും അല്ലേ കാര്യമുള്ളൂ. ഇത് പറ്റണ്ടേ, ഇതകത്ത് കയറാൻ പറ്റത്തില്ല, പോകുന്ന മൊത്തം എന്താണ്, ഭയങ്കരമായി മനുഷ്യന് കടക്കാൻ പറ്റാത്ത കാടാണ്. സോ ഈ തിക്കായിട്ടുള്ള ലക്ഷറൻ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് എന്താണ്, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനെ ഹിൻഡർ ചെയ്യും. Okay, it is too difficult and expensive to construct and maintain roads and railway lines through these dense forest and over swamps അല്ലേ. കുറേ സ്ഥലങ്ങളാണെങ്കിൽ മഴ പെയ്ത് ചതുപ്പ് നിലമായിട്ട് കിടക്കുക, നമ്മൾ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സ്വാമ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതുവഴി നമ്മൾ റോഡ് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ റോഡ് വെട്ടി തീർന്ന് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അവിടെ നിന്ന് അടുത്ത പുല്ലും കാര്യങ്ങളും മുളച്ച് വരും, അല്ലെങ്കിൽ പാമ്പ് ഇഴഞ്ഞ് വരും, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷമായിട്ടുള്ള ജന്തുക്കൾ വരും. ഇനി ഒന്നും വന്നില്ലെങ്കിലോ സൂക്ഷ്മമായ മൈക്രോ ഓർഗാനിസംസും കൊതുവും വന്ന് എന്ത് ചെയ്യും, ജോലിക്കാരുടെ ആരും തന്നെ ഇല്ലാതാക്കും. അതുകൊണ്ട് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഇവിടെ വളരെയധികം കുറവാണ്.
ലലാങ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഗ്രാസ് ഭയങ്കര ശല്യമാണ്, കാണുന്ന പോലെയല്ല. നമ്മളിവിടെ നാട്ടിൽ ഇതിനെ എന്തോ പേര് പറഞ്ഞ് വിളിക്കും, ഞങ്ങളിവിടെ കുന്താലം പുല്ലെന്ന് എന്തുവാണ് ഇതിന് പറയുന്നത്. ഇത് തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല, കണ്ടപ്പോൾ അതുപോലെ തോന്നി. അപ്പോൾ ഇത്തരം പുല്ലുകൾ വളരുന്നതാണ് എന്ത് പറ്റും നോക്കി. ലലാങ് ദ ടോൾ ഗ്രാസ് ആൻഡ് തിക്ക് അണ്ടർ ഗ്രോത്ത് സ്പ്രിങ്സ് അപ്പ് ആസ് സൂൺ ആസ് ദ ട്രീസ് ആർ കട്ട്. അല്ലെ, മരം വെട്ടി കഴിഞ്ഞ ഉടനെ ഈ പുല്ലുകൾ എന്ത് ചെയ്യും, അങ്ങോട്ട് വളരും. ഇറ്റ് ഈസ് ഓഫൺ അഡ്വേഴ്സ്ലി അഫക്ട് ദ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ടു. അല്ലെ, ഇത് വളരുന്നത് കളുടെ ഒരു കാറ്റഗറി പെടുത്താൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് കൃഷി ചെയ്യുന്ന സ്ഥലത്തും ഇത് വളർന്നു കയറും, ബുദ്ധിമുട്ടാണ്. ഇതിനിത് പോരാഞ്ഞിട്ടും വൈൽഡ് അനിമൽസ്, മൃഗങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന ഇൻസെക്റ്റ്, പോയിസണസ് ആയിട്ടുള്ള ക്രീച്ചേഴ്സ്, ഇതൊക്കെ എന്താണ് ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആമസോൺ ബേസിനിലും കോങ്കോയിലും ബോർണി എന്നൊക്കെ പറയുന്ന സ്ഥലത്തും എന്താണ് ബേസിക് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് പോലും ഇന്നും എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ട് ഇല്ല. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നമാണ് എന്തെന്ന് പറയുന്നത്, ഹ്യൂമൻ ലൈഫിനുണ്ടാകുന്ന ചലഞ്ചസ്. എന്തൊക്കെയാണ് ചലഞ്ചസ്? ഒന്ന്, ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറുകളായിട്ടുള്ള റോഡും റെയിൽവേയും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ തടസ്സപ്പെടുത്തുന്നു. തിക്കായിട്ടുള്ള അണ്ടർഗ്രോത്ത് ഉണ്ടാകുന്നത്, അതായത് ഈ നേരത്തെ പറഞ്ഞ പുല്ലുകൾ വളരുന്ന എന്ത് കാരണം ഉണ്ടാകുന്നു, മരം മുറിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇത് വരും. അപ്പോൾ എന്ത് പറ്റും, ലാൻഡ് ക്ലിയറൻസ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ട് മാറും. പോരാത്തതിന് വൈൽഡ് അനിമൽസും ഇൻസെക്റ്റുകൾ അതുണ്ടാക്കുന്ന ഡിസീസും പോയിസണസ് ക്രീച്ചേഴ്സും ഒക്കെ എന്താണ് വർക്കേഴ്സിന് അൺസേഫാണ്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് പിന്നെ അവിടെ ഇനി ഇതൊക്കെ മറികടന്ന് ചെയ്യണമെന്ന് വെച്ചാൽ പറ്റും, പക്ഷേ അത് ഭയങ്കര പൈസയാവും അല്ലേ. അപ്പോൾ അത്രയും പൈസ ഇവിടെ മുടക്കിയതുകൊണ്ട് ഗുണമുണ്ടോ? ഇല്ല, അതുകൊണ്ട് ആരും അത് ചെയ്യാറില്ല. സോ മെനി പാർട്സ് ഓഫ് ദ ആമസോൺ ബേസിൻ, കോങ്കോ ബേസിൻ, ബ്രോണി ആർ സ്റ്റിൽ ഐസൊലേറ്റഡ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ്. ഇതുകൊണ്ടാണ് ഇവിടെയൊക്കെ എന്താണ് ഇപ്പോഴും ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇല്ലായിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഡെവലപ്മെൻറ്റും പ്രകൃതിയും രണ്ടും ഏതാണ്ട് പറയുമ്പോൾ നമുക്ക് പറയാം ഒരുമിച്ച് കൈകോർത്ത് പോകണമെന്നൊക്കെ, നടക്കുന്ന കാര്യമൊന്നുമല്ല അല്ലേ. റോഡ് പണിയണമെങ്കിൽ മരം മുറിക്കണം, മരം മുറിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവിടെ റോഡ് എങ്ങനെ വരും അല്ലേ. ഇപ്പം ഹൗസിങ്, നല്ല വീട് വേണമെങ്കിൽ ചുറ്റുമുള്ള മരവും കാടും ഒക്കെ വെട്ടി തെളിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല വീട് സേഫായിട്ട് വെക്കാൻ, ഈ പാമ്പും മറ്റൊന്നും ഇല്ലാതെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മരം മുറിക്കേണ്ടി വരും. അപ്പോൾ രണ്ടും കൂടെ നടക്കത്തില്ല, അത്രയും ആലോചിച്ചാൽ മതി. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നാൽ കാടല്ലേ, കാടാകുമ്പോൾ നിറച്ച് മരങ്ങളുണ്ടല്ലോ, നമ്മൾ പുഷ്പ സിനിമയിലൊക്കെ കണ്ട പോലെ മരമൊക്കെ മുറിച്ച് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഗുണം ഉണ്ടാകത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ട്. ഓക്കെ, ഓൾദോ ദ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ ഈസ് ബ്ലെസ്ഡ് വിത്ത് തിക്ക് ഫോറസ്റ്റ്, കൊമേഴ്ഷ്യൽ എക്സ്ട്രാക്ഷൻ റിമെയിൻസ് ചലഞ്ചസ്. അതും ബുദ്ധിമുട്ടാണ്. നമുക്കവിടെ നിന്ന് മരങ്ങളും ഈ പറയുന്ന ഉപയോഗമുള്ള സാധനങ്ങളും എടുക്കുന്നതും ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ്? ഈ ഡെൻസിറ്റി ഓഫ് ദ ഫോറസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ തടികളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ലോറി പോകണ്ടേ. അപ്പോൾ ലോറി പോകണമെങ്കിൽ റോഡില്ലല്ലോ, തൊട്ട് മുമ്പ് പറഞ്ഞല്ലേ ഉള്ളൂ, റോഡില്ലെങ്കിൽ പിന്നെ എങ്ങനെ പോകാൻ പറ്റത്തില്ല. സോ ട്രാൻസ്പോർട്ടിങ് ലോഗ്സ് ഹിൻഡർ ദ കൊമേഴ്ഷ്യൽ ലുംബറിങ് അല്ലേ. എന്ന് വെച്ചാൽ എന്താ, മരം മുറിക്കൽ വ്യവസായവും ഇവിടെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പുഷ്പയെ കണ്ട പോലെ ആൾക്കാർ ചെന്ന് തോളിൽ തടിയൊക്കെ എടുത്തിട്ട്, അല്ലെ വേറൊരു വഴിയുണ്ട് നോക്കി. അഡീഷണലി ഹാർഡ് വുഡ് ആർ ടു ഹെവി ടു ബി ഫ്ലോട്ടഡ് ഡൗൺ ദ സ്ട്രീംസ്. അത് ഞാൻ പുഷ്പ സിനിമ ഇവിടെ ഓർത്തത് കേട്ടപ്പോൾ. അത് നമുക്കറിയാലോ, ഈ തടിയൊക്കെ നമ്മൾ മുറിച്ച് വെള്ളത്തിലിട്ടിട്ട് വെള്ളം ഇങ്ങനെ ഒഴുക്കി കൊണ്ടുപോകല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നടക്കത്തില്ല. ഹാർഡ് വുഡ് എന്താണ്, അങ്ങനെ പൊങ്ങി കിടക്കത്തുമില്ല നേരാവണ്ണം. അപ്പോൾ അങ്ങനെ ഒഴുക്കി വിടാമെന്ന് വെച്ചാൽ ആ പ്ലാനും എന്ത് ചെയ്യും, പൊളിയും. അപ്പോൾ കൊമേഴ്ഷ്യലി ഇവിടുന്ന് ഗുണം കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ കേട്ട് വന്നപ്പോൾ നല്ല സ്ഥലം അല്ലേ, നല്ല മഴ, നല്ല വെയിൽ, ചെടികൾ വളരാൻ നല്ലത്. അപ്പോൾ കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചാൽ പറ്റുമോ? ഇല്ല. എന്നാൽ പോട്ടെ, അവിടെ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഇനി ഒന്നും പറ്റില്ലെങ്കിൽ മരം മുറിച്ച് വയ്ക്കാൻ പറ്റുമോ? അതിനും പറ്റത്തില്ല. അങ്ങനെ ആകെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പിന്നെ കുറച്ച് കന്നുകാലികളെയും മറ്റ് കിളികളെയൊക്കെ വളർത്താമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. ലൈഫ് സ്റ്റോക്ക് റിയറിംഗ് ഈസ് നോട്ട് എ പ്രൈമറി subsistence activity in most parts of the climatic region due to the absence of grazing land as well as the insect attack on animals. അപ്പോൾ അതും പറ്റത്തില്ല. കുറച്ച് കോഴിയെ വാങ്ങിച്ച് വളർത്താമെന്ന് വെച്ചാൽ അതും പറ്റത്തില്ല. ആടിനെ വാങ്ങിച്ച് വളർത്താമെന്ന് വെച്ചാൽ, അല്ലെ പശുവിനെ വാങ്ങാമെന്ന് വെച്ചാൽ അതും പറ്റത്തില്ല. എന്തില്ല, ഇതിന് പോകാനായിട്ട് ഇതിന് പുൽമേടുകൾ വേണം അല്ലെ, മേയാനായിട്ടുള്ള സ്ഥലങ്ങൾ വേണം, ഗ്രേസിംഗ് ലാൻഡ് വേണം. ഈ സ്ഥലത്ത് ഗ്രേസിംഗ് ലാൻഡ് ഉണ്ടോ? ഇല്ല, കാട്ടയ്ക്കുള്ള കാടല്ലേ. വനം എന്ന് വെച്ചാൽ ഭയങ്കര വനമല്ലേ. ഈ വനത്തിനകത്ത് മൊത്തം വനവും പുല്ലും ചെടിയും ഒക്കെ ആയിട്ട് നിൽക്കുകയല്ലേ. ഇതിനകത്തോട്ട് ജന്തുക്കൾ കയറി കഴിഞ്ഞാൽ അതിനെ പാമ്പ് കടിക്കും, അല്ലെങ്കിൽ കൊതു വന്ന് കുത്തി മലേറിയ പിടിക്കും. അപ്പം അതും നടക്കത്തില്ല. അപ്പോൾ ഇതൊന്നും കൊണ്ട് അപ്പോൾ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് മൊത്തത്തിൽ. സോ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നമ്മൾ പറഞ്ഞത് ഇക്വറ്റോറിയൽ ഫോറസ്റ്റിൻ്റെ ചലഞ്ചസിനെ പറ്റിയാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ എക്സ്ട്രാക്ഷൻ്റെ ചലഞ്ച് എന്താ? ദ ഡെൻസിറ്റി ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ദ ഡിഫിക്കൽട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് ലോഗ് ഹിൻഡർ കൊമേഴ്ഷ്യൽ ലുംബറിംഗ്. അഡീഷണലി ഹാർഡ് വുഡ് ആർ ടു ഹെവി ടു ബി ഫ്ലോട്ടഡ് ഡൗൺ ദ സ്ട്രീംസ്. അപ്പോൾ നദിയിലൂടെ ഒഴുക്കലും നടക്കത്തില്ല. ഇനി ലൈഫ് സ്റ്റോക്ക് റിയറിംഗ് ചെയ്യാന്ന് വെച്ചാൽ അതും പറ്റുമോ? ഇല്ല. ഇറ്റ് ഇസ് നോട്ട് എ മേജർ ആക്ടിവിറ്റി ഇൻ ദ റീജിയൻ. എന്തുകൊണ്ടാണ്? ലാക്ക് ഓഫ് ഗ്രേസിംഗ് ലാൻഡ് ഡ്യൂ ടു ഡെൻസ് ഫോറസ്റ്റ്. അതിൻ്റെ ഗ്രേസിംഗ് ലാൻഡ് ഇല്ല. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻസെക്ട് അറ്റാക്ക് കാരണം എന്താണ്, ജന്തുക്കൾക്ക് രോഗം വരും, അപ്പോൾ അതുങ്ങൾ ചത്തുപോകും. അപ്പോൾ അതും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
പറയുമ്പോൾ പ്രകൃതി അടിപൊളി സൂപ്പർ കാടും വനം എന്നൊക്കെ പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചലഞ്ചസ് ടു ഹ്യൂമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും പോയിന്റ് പറയണം. ഒന്ന്, കാലാവസ്ഥ കാരണം ഉണ്ടാകുന്ന പ്രശ്നം. കാരണം ഇതെന്താണ്, എപ്പോഴും ഹോട്ടും വെറ്റുമായിട്ട് കിടക്കുന്നത് കൊണ്ട് ഇത് ഹാംഫുൾ ആയിട്ടുള്ള ജെംസ്, ബാക്ടീരിയാസ്, ഇൻസെക്റ്റുകളെ വളർത്തും. അത് കാരണം നടക്കത്തില്ല. അടുത്ത്, ഡെൻസ് ഫോറസ്റ്റ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള റോഡും റെയിൽവേയും ഒന്നും അവിടെ പണിയാനായിട്ട് സാധിക്കത്തില്ല. തിക്കായിട്ടുള്ള അണ്ടർഗ്രോത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ക്ലിയർ ചെയ്ത് പോകാമെന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. പോരാത്തതിന് വൈൽഡ് അനിമൽസും ഇൻസെക്റ്റുകളുടെ ഡിസീസും പോയിസണസ് ക്രീച്ചേഴ്സും ഇവിടുത്തെ ഡെവലപ്മെൻറ്റിനെ മോശമായി ബാധിക്കുന്നു. സോ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ വളരെയധികം ബേസിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് പോലും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യലി ചെയ്യാന്ന് വെച്ചാൽ ഒന്ന്, ഇതിനെല്ലാത്തിനും പുറമെ ഇവിടെയുള്ള ഗവൺമെൻറ് നിയമങ്ങൾ നമുക്ക് ബാധകമാണ് കേട്ടോ. ചുമ്മാ ഒന്നും പോയി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി മരം മുറിക്കാന്ന് പറ്റാലോ, നോക്കിയാലോ പറ്റത്തില്ല. കാരണം എന്താ, റോഡില്ലെങ്കിൽ തടി കൊണ്ടുപോകാനായിട്ട് ലോറി കയറത്തില്ല. ഒഴുക്കി വിടാന്ന് വെച്ചാൽ അതും പറ്റത്തില്ല. ഇനി മൃഗങ്ങളെ വളർത്താന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. ഇവിടെ എന്താണ്, ഇവിടെ അതിനാവശ്യമായിട്ടുള്ള ഗ്രേസിംഗ് ലാൻഡുകളില്ല. നല്ല ഫോറസ്റ്റ് നല്ലതാണ്, പക്ഷേ അവിടെ മൃഗങ്ങൾക്ക് ചെല്ലാൻ പറ്റണ്ടേ. മാത്രമല്ല അവിടെ കാർണിവോറസ് ആയിട്ടുള്ള മൃഗങ്ങളുണ്ട്, അതുങ്ങൾ ഇതിനെ പിടിച്ച് തിന്നുകയും ചെയ്യും. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻസെക്ട് അറ്റാക്കും കാരണം നടക്കത്തില്ല. പിന്നെ എന്തിനു കൊള്ളാം, പിന്നെ എന്തിനു കൊള്ളാം. ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ് അല്ലേ. കുറച്ച് മെനക്കെട്ട് ഈ മരങ്ങളൊക്കെ മുറിച്ച് ഈ കാടങ്ങ് ക്ലിയർ ചെയ്ത് നമുക്ക് ലാൻഡ് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം കഞ്ഞി പാറ്റിയിടും പോലെ. നമ്മുടെ ഈ പറയുന്ന നല്ല കാലാവസ്ഥയും നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ പ്രൊഡക്ഷനിലുമൊക്കെ ഫോറസ്റ്റുകളുടെ സ്ഥാനം വളരെ വലുതാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഗ്ലോബൽ ക്ലൈമറ്റിക് റെഗുലേഷൻസ്. നമ്മുടെ കാലാവസ്ഥ ഇങ്ങനെയൊക്കെ നിന്ന് പോകാൻ ഇത്തരം കാടുകൾ വേണം. നോക്കിയേ, അറൗണ്ട് 1/3 ഓഫ് ദ വേൾഡ് ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ ഇസ് ലൊക്കേറ്റഡ് ഇൻ ആമസോൺ, കോങ്കോ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലേ. നമുക്കൊരു നാട് നന്നായി പോകാൻ, ഭൂമി ഇങ്ങനെ സുന്ദരമായി പോകണമെങ്കിൽ, അവിടെ നന്നായിട്ട് പോകണമെങ്കിൽ അവിടെ കാടുകൾ വേണം, മരങ്ങൾ വേണം, ചെടികൾ വേണം. അങ്ങനെയുള്ള മൊത്തം മരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 1/3 എവിടെയാണ്, ഇപ്പോൾ പറഞ്ഞ ഈ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റുകളിൽ തന്നെയാണ് ഇന്ന് കാണുന്നത്. ഇതെന്തൊക്കെ ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യും, മെയിൻറ്റെയിൻ റെയിൻഫോൾ ആൻഡ് ടെമ്പറേച്ചർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. മാത്രമല്ല വൈവിധ്യമായിട്ടുള്ള മരങ്ങൾക്കും അല്ലെങ്കിൽ മൃഗങ്ങൾക്കും അതുപോലെ ചെടികളുടെയും വാസസ്ഥലം കൂടെയാണ്. അപ്പോൾ അതിനെ ചുമ്മാതെ അങ്ങ് കളയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം, ഗ്ലോബൽ ക്ലൈമറ്റ് റെഗുലേഷന് വേണ്ടിയിട്ടും ഫ്ലോറ ഫോനയുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും ആവശ്യമാണ്. അത് കാർബൺ ഡൈ ഓക്സൈഡ് മാറ്റി നമുക്ക് ഓക്സിജൻ തരുന്നു, റെയിൻഫോൾ ഉണ്ടാക്കുന്നു, ടെമ്പറേച്ചറിനെ മാറ്റുന്നു, അതുപോലെ തന്നെ എന്താണ്, ഡൈവേഴ്സ് ആയിട്ടുള്ള ഫ്ലോറ ഫോന മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതാ ഇവിടെ പറഞ്ഞു കണ്ടോ, ദ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ മേക്കിംഗ് ദ വേൾഡ് ക്ലൈമറ്റ് സസ്റ്റൈനബിൾ. അല്ലെ, ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇവിടെ ക്ലൈമറ്റ് സസ്റ്റെയിൻ ചെയ്യുക, സസ്റ്റെയിൻ എന്നൊരു വാക്ക് കൂടെ നിങ്ങൾ എന്ത് ചെയ്തോളണം, ആഡ് ചെയ്തോളാം. ഞാൻ നോട്ടിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി, കാരണം ഈ വാക്ക് നമ്മളെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായി. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സസ്റ്റെയിൻ. ഓക്കെ, അതാണ് പറയുക 1/3 ഓഫ് ദ ഫോറസ്റ്റും ഇവിടെയാണ് ക്ലൈമറ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. പക്ഷേ അവിടെയാണ് പ്രശ്നം, നമ്മൾ മനുഷ്യന്മാരങ്ങനെ ചുമ്മാതിരിക്കൂ. നമുക്കൊരു സ്ഥലത്തെ കൊണ്ടൊരു ചെറിയ ഗുണം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അവിടെ പോയി മാക്സിമം അവിടെ ഊറ്റിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ കാരണം അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്, മനുഷ്യൻ്റെ ഇടപെടൽ കാരണം. ഇതാ കണ്ടോ, ഈ ബ്രസീലിയൻ റെയിൻ ഫോറസ്റ്റിൽ തീ പിടിച്ചു, ആമസോൺ കാടിൽ തീ പിടിച്ചു, ആമസോൺ കത്തിക്കൊണ്ടിരിക്കുക എന്നൊക്കെ ഒരു 3-4 കൊല്ലം മുമ്പ് വാർത്തയിലൊക്കെ വന്നിരുന്നു. അത് അണയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ ഓർത്തോ, ഇവിടെ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന എൻവയോൺമെൻറ്റൽ ത്രെട്ടുകളും ഡീഫോറസ്റ്റേഷനും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറല്ലേ ഇപ്പോൾ പറഞ്ഞത് മരം മുറിച്ച് വയ്ക്കാനൊന്നും പറ്റത്തില്ല എന്ന്. ഇവിടെ ലീഗലി ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ചില സ്ഥലങ്ങളിൽ നിന്ന് മരങ്ങൾ ഒരു പരിധിക്കപ്പുറം മുറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വേണമെങ്കിൽ ഉൾവനത്തിൽ കയറി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുറിക്കാം. പക്ഷേ ഉൾവനത്തിൽ കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇവന്മാർ എന്ത് ചെയ്യും, ഇവന്മാർ ചുറ്റും കിട്ടുന്ന പെർമിഷൻ കൊണ്ട് എന്ത് ചെയ്യും, കണ്ണിൽ കാണുന്ന മരങ്ങളെ മൊത്തം എന്ത് ചെയ്യും, മുറിച്ച് ആ സ്ഥലത്തിനെ അങ്ങ് തരിശ് ഭൂമിയാക്കി മാറ്റുന്ന പരിപാടിയുണ്ട്. അപ്പോൾ നോക്കിയോ, അപ്പോൾ ഇവിടെ ഈ പറയുന്ന ആമസോൺ ഫോറസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇക്വറ്റോറിയൽ ഫോറസ്റ്റുകൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാണ് കാട്ടുതീ അഥവാ ഫോറസ്റ്റ് ഫയർ. ദ ആമസോൺ ഫോറസ്റ്റ് ഫ്രീക്വൻലി സഫേഴ്സ് ഫ്രം devastating fire mostly caused by human activities. അതിന് പിന്നെ അത്ഭുതമില്ലല്ലോ, നമ്മുടെ ആക്ടിവിറ്റീസ് എന്താണ്, സ്ലാഷ് ആൻഡ് ബേൺ ഫാമിംഗ്. മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നു അല്ലേ. ഒരു സ്ഥലം നമ്മൾ എടുക്കുന്നു, അവിടെയുള്ള മരങ്ങളെയൊക്കെ മുറിച്ചിട്ട് അവിടെ തീയിടുന്നു. തീ കത്തി കഴിയുമ്പോഴത്തേക്കും അതവിടെ ചാരമാകും. ആ ചാരം നമ്മൾ മണ്ണിലോട്ട് മിക്സ് ചെയ്യുന്നു, അപ്പോൾ മണ്ണിന് ഫെർട്ടിലിറ്റി കിട്ടുന്നു, അവിടെ നമ്മൾ ചെടികൾ നടുന്നു. ആഹാ, മനോഹരം. ഇവിടുത്തെ ഫെർട്ടിലിറ്റി നഷ്ടമാകുമ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് പോകുന്നു. പക്ഷേ ഈ തീ കത്തിക്കുമ്പോൾ നമ്മൾ പറയുന്ന പോലെ കേൾക്കാൻ തീ നമ്മുടെ അളിയനൊന്നും അല്ലല്ലോ. അപ്പോൾ എന്ത് പറ്റും, തീ കത്തി അങ്ങ് പോകും. ചിലപ്പോൾ കാട്ടിനകത്തോട്ട് കൺട്രോൾഡ് ഇല്ലാത്ത അളവിലോട്ട് പോകും. അങ്ങനെ ആ സ്ഥലം മൊത്തം കത്തി നശിക്കും, മൃഗങ്ങൾ മരിക്കും. അത് അവിടുത്തെ എക്കോ സിസ്റ്റത്തിനെ ഇല്ലാതാക്കും.
മാത്രമല്ല ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ എയറിലേക്ക് കൊണ്ടുവരികയും അത് നമ്മുടെ ക്ലൈമറ്റിനെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും. ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഇതൊരു കാരണമായിട്ട് മാറും. അപ്പോൾ ഒന്ന് ഫോറസ്റ്റ് ഫയർ, കാട്ടുതീ. മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള സ്ലാഷ് ആൻഡ് ബേൺ തന്നെയാണ് മെയിൻ കാരണം. നാച്ചുറലി ഉണ്ടാക്കും, പക്ഷേ അതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ഇടപെടൽ കാരണം ഉണ്ടാകുന്നത്. മറ്റൊന്നാണ് നമ്മുടെ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡീഫോറസ്റ്റേഷൻ. അറിയാമല്ലോ, അഗ്രികൾച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മൈനിങ്, ഇതൊന്നും നമ്മൾ നിയമപരമായി സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, പക്ഷേ എന്താണ് ഇല്ലീഗലായിട്ട് നടക്കും. അർബൻ ഡെവലപ്മെൻറ്റ് വേണം, അതുപോലെ തന്നെ റോഡും ഡാമും കൺസ്ട്രക്ഷനും. തൊട്ട് മുമ്പ് പറഞ്ഞിട്ട് നേരെ വിപരീതമാണ് ഇവിടെ പറയുന്നത്. അവിടെ പറഞ്ഞു ഡെവലപ്മെൻറ്റ് ചെയ്യാൻ ഇതൊന്നും കൊണ്ട് പറ്റത്തില്ല, എന്നിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ആ കാടിനെ വെട്ടി നശിപ്പിക്കുകയാണ്. കൃഷി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, നഗരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോറസ്റ്റ് നശിപ്പിക്കുന്നു, ഡീഫോറസ്റ്റേഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ഇല്ലാതാകുന്നു അല്ലേ. മരം മുറിക്കുമ്പോൾ അവിടെയുള്ള കിളികളും ചെടികളും ഒക്കെ എന്ത് ചെയ്യും. മാത്രമല്ല മരം പോയി കഴിഞ്ഞാൽ അവിടെ മണ്ണിടിച്ചിലുണ്ടാവും, സോയിൽ ഇറോഷൻ ഉണ്ടാവും, മണ്ണൊലിപ്പ് ഉണ്ടാവും. അതുപോലെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഡിസ്പ്ലേസ്ഡ് ആവും. നമ്മൾ പിഗ്മി ട്രൈബിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഇവർക്കൊക്കെ പിന്നെ അവിടെ നിൽക്കാൻ പറ്റും? ഇല്ല. നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് കേട്ടോ. സർദാർ സരോവർ ഡാമും നിങ്ങൾ നർമ്മദ ബച്ചാവോ ആന്തോളൻ, തെഹരി ബച്ചാവോ ആന്തോളൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ കേട്ടോ, അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇതുപോലെ ഡാമൊക്കെ വരുമ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാരെയൊക്കെ മാറ്റി താമസിപ്പിക്കും. അപ്പോൾ അവരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് ആ സ്ഥലമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ദിവസം വന്ന് അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് വേറൊരു സ്ഥലം കൊടുത്താൽ അവിടെ പോയിട്ട് അവർക്ക് അവരുടെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ മത്സ്യബന്ധന ജോലിക്ക് പോകുന്ന ആൾക്കാർ അല്ലേ, കടൽ കയറുന്നു എന്ന് പറഞ്ഞാൽ അവരെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റിയാൽ അവരുടെ ഉപജീവന മാർഗ്ഗം മീൻ പിടിക്കലാണ്. അപ്പോൾ അവരെ കൊണ്ടുപോയിട്ട് ഒരു മലമൂട്ടി കൊണ്ടുപോയി താമസിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ആ മലയിൽ എന്ത് കാണിക്കും? അവർക്കറിയാവുന്ന തൊഴിൽ അവിടെ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുപോലെ അല്ല, എന്നാലും ഇവിടുത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള, ഇവിടെ കുറച്ച് ആദിവാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യേണ്ടി വരും? മാറ്റി പാർപ്പിക്കേണ്ടി വരും. അവർക്ക് പുറം ലോകമായിട്ട് അധികം ബന്ധവും ഇല്ല, തൊഴിലും അറിയില്ല. അവരൊക്കെ ആകെ കഷ്ടത്തിലായി പോകും. മാത്രമല്ല ഇത് കാലാവസ്ഥയെയും ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറയുന്ന ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫാർ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇവിടുത്തെ ഫ്ലോറയെ പറ്റി, ഫോണയെ പറ്റി, ഹ്യൂമൻ ലൈഫിനെ പറ്റിയിട്ടും അവിടുത്തെ മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടും പഠിച്ചു. ഇതോടെ നമ്മുടെ എന്ത് തീർന്നു? റെയിനി ഫോറസ്റ്റ് തീർന്നു. അടുത്ത് നമ്മൾ എന്താണ്, നമ്മുടെ ബർമ ഫ്രോസ്റ്റ് വരുന്ന നമ്മുടെ പോളാർ റീജിയൻസിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അത് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, സ്റ്റാർട്ട്